ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ ഇതെന്താ സംഭവം എന്നല്ലേ? ആക്ച്വലി ഞാൻ ചുമ്മാ ഒന്ന് പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ പോവാണ്. എന്തിനാണെന്നല്ലേ, ഇതാ എൻ്റെ കയ്യിലൊരു ഷോർട്ട് നെക്ലേസ് ഉണ്ട്. അപ്പോൾ ആ ഷോർട്ട് നെക്ലേസിൻ്റെ വെയിറ്റ് കറക്റ്റ് ആരാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി കൈ നിറയെ സമ്മാനങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് പോവാം, ആരാണ് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കാം. ചല. ഹലോ ചേച്ചി, തിരക്കിലാണോ എല്ലാവരും? ആക്ച്വലി ഞാൻ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. ഒരു കുഞ്ഞു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ചേച്ചിമാർക്ക് പേരെന്താണ്? രജനി, വനജ, ഗീത. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇന്നൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ ഒരു കുഞ്ഞു സമ്മാനം കൂടിയുണ്ട്. എൻ്റെ ദൈവമേ എന്ന് പറയാൻ മാത്രമുള്ള വലിയ ചോദ്യമൊന്നുമല്ല, ഒരു കുഞ്ഞു ചോദ്യമാണ്. ആക്ച്വലി ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സ്വർണ്ണം ഇഷ്ടമാണോ? അതെ അതെ, ഇഷ്ടമാണ്. യെസ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഇതാ, ഇത് എത്ര പവൻ ഉണ്ടാവും? ഷോർട്ട് നെക്ലേസ് ആണ്, എത്ര പവൻ ഉണ്ടാവും? എന്തെങ്കിലും ഒരു ഗെസ് ഉണ്ടോ? രണ്ട്. ഓക്കെ. വേറെ ആർക്കെങ്കിലും? 1.5. 2. കഴിഞ്ഞോ? വേറെ ഗെസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇത് എത്രയാണ് കറക്റ്റ് ആൻസർ ആണോ എന്ന് ഞാൻ പറയാം. പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എങ്ങനെയാണ് വിസിറ്റ് ചെയ്യാറുണ്ടോ? പർച്ചേസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് കളക്ഷൻസിനൊക്കെ കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം? നല്ലത് തന്നെ, നല്ല കളക്ഷൻസ് ആണ്. അത് എങ്ങനെയാണ്, ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടോ? വാങ്ങാൻ പോയിട്ടുണ്ട്. എങ്ങനെ കല്യാണത്തിന്റെ ഭാഗമായിട്ടാണോ? കല്യാണത്തിന്റെ മോളുടെ കല്യാണത്തിന് അവിടെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല സെലക്ഷൻ ആയിരുന്നു. മോളുടെ ആഗ്രഹത്തിനനുസരിച്ച് വിവാഹത്തിന് എന്താണോ വേണ്ടത് അത് തന്നെ ലഭിച്ചു. ഓക്കെ. അപ്പോൾ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് പടിഞ്ഞാറ്. അതെ അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ആക്ച്വലി 1, 2 അങ്ങനെ പവനൊക്കെയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതല്ല ഉത്തരം. അപ്പോൾ നമുക്ക് മറ്റൊരവസരത്തിൽ ട്രൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി. പേരെന്താണ്? ബിജി. എന്ത് ചെയ്യുന്ന? ഇവിടെ ഷോപ്പിലാണ്. ഓക്കെ. ഇവിടെ ചെറുപുഴ തന്നെയാണ്? ചെറുപുഴ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. ഒരു കുഞ്ഞു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യം എന്താണെന്ന് ഇതാ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജ്വല്ലറി കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു ഷോർട്ട് നെക്ലേസ് ആണ്. ഇഷ്ടമായോ? ഇഷ്ടമായി. ഓക്കെ. അപ്പോൾ ഇത് എത്ര പവനാണെന്ന് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? 3 പവൻ ഫൈനലാണോ? ഓക്കെ, ഫൈനലായിട്ടുള്ള. ഓക്കെ. അടുത്തൊരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. എന്താ ചേച്ചി പേരെന്താണ്? ബീന ചേച്ചി. അപ്പോൾ നമ്മൾ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. ഈ ഒരു ജ്വല്ലറി കളക്ഷൻസ് എത്ര പവനായിരിക്കും എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? 2.5 ആയിരിക്കും. അപ്പോൾ 3, 2.5 കൺഫേം ആണ്. ഓക്കെ. ഏകദേശം അല്ലേ? ഏകദേശം അങ്ങനെ 2.5-3 പവനിലൊക്കെയാണ് വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ അയൽപക്ക സ്ഥാപനമല്ലേ? അയൽപക്ക സ്ഥാപനമാണ്. അപ്പോൾ അയൽപക്ക സ്ഥാപനത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഉണ്ട്. ആക്ച്വലി സ്വർണ്ണ വിലയൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്കിന്ന് ഇനിയിപ്പോൾ സ്വർണം വാങ്ങാനൊന്നും പറ്റൂല. ഭയങ്കരമായ ബുദ്ധിമുട്ടായിരിക്കും സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് നമുക്കൊക്കെ വലിയൊരു തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ഇവിടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണെങ്കിലും വളരെ സിമ്പിൾ ലുക്കിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് അതെ ഫ്രണ്ട്ലി ആയിട്ട് സാധാരണക്കാർക്ക് എല്ലാം വാങ്ങാൻ കഴിയുന്ന ഒരുപാട് ആഭരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എത്ര പവനായിരുന്നു ഈ ഒരു ഷോർട്ട് നെക്ലേസ് എന്നാണ്. അപ്പോൾ 2.5-3 പവൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇത്തവണ ഉത്തരം അതല്ല, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ടൈം നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് ഉത്തരം പറയാം. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി. ഹലോ ചേട്ടാ, നമ്മൾ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. ആക്ച്വലി നമ്മളൊരു കുഞ്ഞു ചോദ്യമൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? ഫസ്റ്റ് അയ്യോ. ഇവിടെ ചേച്ചിമാരൊക്കെ ഒളിച്ചിരിക്കുകയാണ്. പേര് പറഞ്ഞോ? വിജിത. ഇവിടെ ജോളി. ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കുഞ്ഞ് ഷോർട്ട് നെക്ലേസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എത്ര പവൻ ഉണ്ട് എന്ന് ഗസ് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. 1 പവൻ. ഇവിടെ എത്രയാണ്? ഇവിടെ ആയിരിക്കല്ലോ കൂടുതൽ വിജ്ഞാനമുള്ളത് സ്വർണത്തെ കുറിച്ച്. 1 പവൻ അല്ലേ? 1.5. 1.25. എല്ലാം ഉണ്ട്. 1 വെച്ചിട്ടുള്ള എല്ലാം ഉണ്ട്. ഉറപ്പിച്ചോ?
ഓക്കെ, അപ്പോൾ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാറുണ്ടോ? ഇവിടെ നിന്നൊക്കെയാണ്. എങ്ങനെയാണ്? ആണോ? എങ്ങനെ തോന്നുന്നു? ആണോ? കളക്ഷൻസ് എങ്ങനെ തോന്നുന്നു? നല്ല സെലക്ഷൻ ആണ്. കുറിയൊക്കെ ഉണ്ട്. ഇപ്പം നിർത്തിയിട്ടുള്ളത് 2 വർഷം മുമ്പെല്ലാം. ഓക്കെ, അപ്പൊ എങ്ങനെ സർവീസിനെ കുറിച്ചൊക്കെ എങ്ങനെ? നല്ല അഭിപ്രായം, നല്ല രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ സ്വർണ്ണ വിലയൊക്കെ ആക്ച്വലി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്കിങ്ങനെ കയ്യെത്താത്ത ദൂരത്തേക്ക് സ്വർണത്തിന്റെ വില ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവർക്കെല്ലാം അത് നല്ലോണം ബുദ്ധിമുട്ടായിരിക്കും, ഒരു തലവേദനയായി മാറിയിരിക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും ഉത്തരം എന്ന് പറയുന്നത് ശരി ഉത്തരമായിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി 2 പവനാണ് കറക്റ്റ് ആൻസർ വരുന്നത്. വളരെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു, 1.25 അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് 1.5 വരെ എത്തി, 1.25 വരെ എത്തി. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. പേരെന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ പേര് റെജീന. റെജീന ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാണ്. ഗൃഹലക്ഷ്മിയിൽ വർക്ക് ചെയ്യാണ്. കുറെ നാളായി വർക്ക് ചെയ്യുന്നത്. 3 വർഷമായി. ഓക്കെ, നാട് ഇവിടെ നാട് പ്രാപ്പൂയിൽ എന്ന് പറയും. കാപ്രോയിൽ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിലൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്. അവിടെ നിന്നാണ് സാധാരണ പർച്ചേസ് ചെയ്യാറ്. കസ്റ്റമർ ആണ്. എന്താണ് പറയുള്ളത് നമ്മുടെ കളക്ഷൻസിനെ കുറിച്ചിട്ട്? കുഴപ്പമില്ല, നല്ല നമുക്ക് അനുയോജ്യമായ എന്ത് സാധനം നമ്മൾ വിചാരിച്ചത് പോയാൽ നമുക്ക് കിട്ടും. നമ്മുടെ എല്ലാ ഫംഗ്ഷനും അവിടുന്ന് തന്നെയാണ് എടുക്കാറ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്റെ കയ്യിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലേസ് ഉണ്ട്. ഷോർട്ട് നെക്ലേസ് ഇഷ്ടമായോ? ഭംഗിയുണ്ട്. അപ്പൊ ഇത് എത്ര പവനാണെന്ന് ഗസ് ചെയ്യാൻ പറ്റും? എത്ര പവനായിരിക്കും? അപ്പൊ കറക്റ്റ് ആൻസർ ആണെങ്കിൽ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ടാവും. കയ്യോടെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും. എന്റെ ഒരു ഊഹം കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഊഹം 3.5. അതെയോ? 3.5 പവൻ ഫൈനലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി അതല്ല ആൻസർ. നെക്സ്റ്റ് ടൈം ഇതാക്കാം. സമ്മാനം കിട്ടുന്നതിന് തിരക്കുണ്ടോ? ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിലൊക്കെ വരാറുണ്ടോ? വന്നിട്ടുണ്ട്. എങ്ങനെയാണ് കളക്ഷൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാനിതാ ഒരു ഷോർട്ട് നെക്ലേസ് കാണിച്ചു തരാം. ഇതാ ഈ ഷോർട്ട് നെക്ലേസ്. ചേട്ടനപ്പൊ നോക്കിയല്ലോ. എന്തായിട്ടാ ഒരു പരിഭവം പോലെ? അല്ല, എൻ്റെ അടുത്ത് ഒരു പരിഭവം പോലെയാണല്ലോ. കുറെ ചേട്ടന്മാരൊക്കെ വന്ന്. അപ്പൊ ഇതാ ഈ ഒരു ഷോർട്ട് നെക്ലേസ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഷോർട്ട് നെക്ലേസ് എത്ര പവനായിരിക്കുന്ന എന്തെങ്കിലും ഒരു ഗെസ് ഉണ്ടോ? 1.25 പവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ചേട്ടാ. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. പേരെന്താണ്? ദേവിക. ആൻമരിയ. അപ്പൊ നമ്മൾ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. അറിയാമോ? യെസ്, ജ്വല്ലറി ഷോറൂം ആണ്. എവിടെയാണ് വീട്? എവിടെയാണ്? കൊലുവള്ളി. ചുണ്ട. ഏത് സ്കൂളിൽ പഠിച്ചു? പ്രാപ്പോയിൽ. +2. രണ്ടുപേരും +2 പ്രാപ്പോയിൽ. അപ്പോൾ എന്തായാലും ഇതാ ഒരു കുഞ്ഞു ഷോർട്ട് നെക്ലേസ് ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇതാ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു ഷോർട്ട് നെക്ലേസ് ആണ്. ഇത് എത്ര പവൻ ഉണ്ടാവും? 3.5. 3.5. ഓക്കെ, 3.5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ഫാമിലിയുടെ ഒക്കെ അഭിപ്രായം? നല്ല കളക്ഷൻ, നല്ല സർവീസ്. ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കറക്റ്റ് ആൻസർ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അന്നമ്മ ചേച്ചിയാണ് നമ്മുടെ വീട്ടിലെ. ചേച്ചി എന്ത്? എൻ്റെ പേര് റോസമ്മയും അന്നമ്മയും നല്ല മാച്ചാണല്ലോ. ഓക്കെ, ജോലി കഴിഞ്ഞ് വരികയാണോ? അല്ല, ആശുപത്രി പോയിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്നാലും പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. ഒരു കുട്ടി ചോദ്യം ചോദിക്കാനാണ് വന്നിട്ടുള്ളത്. ഒരു ചോദ്യം ചോദിക്കാനാണ്. അപ്പോൾ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ നല്ല സമ്മാനം ഉണ്ടാവും. സമ്മാനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാം. ബസ് കാത്തിരിക്കല്ലേ? അതെ. അപ്പോൾ ദാ ഒരു കുഞ്ഞ് നെക്ലേസ് എൻ്റെ കയ്യിലുണ്ട്. നെക്ലേസ് ഉണ്ടാവും? ഇല്ലാന്നോ? അതെന്താ ഞാൻ ഇത്ര എടുത്ത് വെച്ചിട്ട് ഇല്ലാന്നൊക്കെ? ഇത് എത്ര പവനാന്നൊന്ന് പറയാൻ പറ്റുമോ? എത്ര പവനാ? സ്വർണ്ണമൊക്കെ വാങ്ങാറുണ്ടാവില്ലേ? ഉണ്ട്. എന്നാ പിന്നെ അന്നമ്മച്ചങ്ങ് പറ. 5 പവൻ. ചേച്ചിക്ക് എത്ര തോന്നുന്നു? 3 പവനെങ്കിലും. ഓക്കെ, 3 പവനും 5 പവനാ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എന്തൊക്കെയാ പർച്ചേസ് ചെയ്തിട്ടുള്ളത്? അവിടുന്ന് മോതിരമൊക്കെ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കളക്ഷനൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഗോൾഡ് റേറ്റ്, നമ്മുടെ സ്വർണ്ണ വിലയൊക്കെ ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ശരിയല്ലേ? അപ്പൊ പണ്ട് അന്നമ്മച്ചിയുടെ കല്യാണത്തിന് ഇതൊന്നും ആയിരിക്കില്ല വില. കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ പറ, അങ്ങോട്ട് പറ. അന്നമ്മച്ചിയുടെ കല്യാണത്തിന്റെ സമയം എത്രയായിരുന്നു? സ്വർണ്ണ വില എത്രയായിരുന്നു? പറ.
ചിരിക്കുന്നുണ്ടല്ലേ? അന്നൊക്കെ സ്വർണത്തിന് വില കുറവല്ലേ, ഇപ്പൊ നല്ല വിലയാ. നല്ല വിലയാണ്. അന്നേ സ്വർണ്ണം വാങ്ങിയ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നു. ഉണ്ടല്ലേ? കംപ്ലീറ്റ് ചിരിയൊക്കെ ആണല്ലോ. നാണം വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. 4 പറഞ്ഞു. 4 പവനാണ്. ഉറപ്പിച്ചോ? ഓക്കെ, അപ്പൊ 4 പവനാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആണ്. അന്നമ്മച്ചി കറക്റ്റ് ആയിട്ടാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ പറയുമ്പോൾ നമ്മൾ എന്ത് തരുന്ന പറഞ്ഞേ? സമ്മാനം തരുന്ന. യെസ്, അപ്പൊ സമ്മാനം അന്നമ്മച്ചിക്ക് എനിക്ക് വയ്യ, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ യെസ്, നമ്മുടെ കയ്യിൽ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2 പിടിച്ചേ. അന്നമ്മച്ചി, റോസമ്മ ഒക്കെ പിടിച്ചേ. താങ്ക് യു. അപ്പൊ ഞങ്ങളോടല്ല പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. ഓക്കെ, അപ്പോൾ 2 ഷോർട്ട് നെക്ലേസ് ആയിട്ടാണ് ഞാനിന്ന് പബ്ലിക്കിലേക്ക് ഇറങ്ങിയത്. ആക്ച്വലി ഈ ഒരു ഷോർട്ട് നെക്ലേസ് വരുന്ന 4 പവനാണ്. അപ്പോൾ ഒരു ചേച്ചി കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് വരുന്നത് 2 പവനാണ്. അപ്പോൾ അതിന് ആരാണ് കറക്റ്റ് ആൻസർ പറയുന്നത് നമുക്ക് നോക്കാം. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.